ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി ആലത്തൂർ നിയോജക മണ്ഡലം വാക്കത്തൺ നടത്തി. ആലത്തൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് രാവിലെ 8 മണിയോടെ നടന്ന പ്രഭാത നടത്തം KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. ആയുർവേദത്തെയും സിദ്ധയെയും ഹോമിയോപ്പതിയെയും നാച്ചുറോപ്പതിയെയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പരിശ്രമം കേരളത്തിലെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സമൂഹം ഏറ്റെടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി അമേരിക്കൻ ഐക്യനാടുകളെ പോലും പിന്തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ലോക അംഗീകാരം ലഭിച്ചത് ശിശുമരണ നിരക്കിൽ അമേരിക്കയെ പിന്തള്ളി ആ നിരക്ക് കുറച്ചുകൊണ്ടുവരാൻ. അമേരിക്കയിൽ 1000 കുഞ്ഞുങ്ങൾ പിറവിയെടുക്കുമ്പോൾ 6 കുട്ടികളെ രക്ഷിക്കാൻ കഴിയാതെ അമേരിക്ക അന്തം വിട്ടു നിൽക്കുമ്പോൾ ഈ കേരളം 1000 കുട്ടികളിൽ 5 കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് അത് 27 കുട്ടികളാണ്. 1000 കുഞ്ഞുങ്ങൾ പിറവി കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ 27 കുട്ടികൾ ഇന്ത്യയിൽ മരണപ്പെടുമ്പോൾ കേവലം 5 പിടിച്ചു നിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ 5 കുട്ടികളുടെയും ജീവൻ രക്ഷിച്ചെടുക്കാൻ ആവശ്യമായ സമഗ്രമായ ആരോഗ്യ പരിരക്ഷാ പ്രവർത്തനത്തിലാണ് ഇന്ന് കേരള ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത്. ആരോഗ്യത്തിൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഈ രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ നമ്മുടെ ജീവിതശൈലിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുമാണ് ഇന്നിവിടെ വാക്കത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്തി കേരള ക്യാമ്പയിൻ കോർഡിനേറ്റർ ഡോക്ടർ KB ഷിജിൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T കണ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷിബി കൃഷ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അംബിക, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോദ്, മണികണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. കോർഡിനേറ്റർ ഡോക്ടർ B റിഭ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.